ഈ ശോമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദ പഞ്ചാംഗം ഖ്യംത ഞായർ എന്ന് വെച്ചാൽ ഉയർപ്പ് കാലം. ഉയർപ്പ് കാലം തുടങ്ങുന്നു. ഖ്യംത ഉയർപ്പ് കാലം. നമ്മുടെ കർത്താവിൻ്റെ തിരുവുത്ഥാനം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാനതിൻ്റെ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതിലത്തെ ചില വചനങ്ങൾ നമ്മളൊന്ന് അപഗ്രഥിക്കുന്നു. 2, എന്താണ് തിരുവുത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു. 3, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഉത്ഥാനത്തിൽ നമ്മുടെ ശരീരം എങ്ങനെയിരിക്കും, അതിന് യുക്തിഭദ്രമായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം നൽകാൻ പറ്റുമോ. ഈ ഉത്ഥാനത്തിൻ്റെ ശാസ്ത്രീയ സാധ്യതയെക്കുറിച്ചും മറ്റും കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ സാധ്യത മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിഞ്ഞ 2 വർഷങ്ങളിലെ തിരുവുത്ഥാനത്തെക്കുറിച്ചുള്ള ഉയർപ്പ് ഞായറിൻ്റെ പ്രസംഗങ്ങൾ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് തിരുവചനം വായിച്ചുകൊണ്ട് തുടങ്ങാം. മത്തായി 28:1-6. സാബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലന മറിയവും മറ്റേ മറിയവും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ മാലാഖ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. മാലാഖ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. എത്രയോ ലളിതമായി എന്നാൽ എത്രയോ ഗാംഭീര്യമായി അവതരിപ്പിച്ചിരിക്കുന്നു യേശുവിന്റെ ഉത്ഥാനം. ലോകത്തെ തന്നെ മാറ്റിമറിച്ചതും മനുഷ്യവംശത്തിൻ്റെ ജീവിത പരിസരത്തെ മൊത്തത്തിൽ പുനരാഖ്യാനം ചെയ്തതുമായ സംഭവമാണ് യേശുവിന്റെ ഉത്ഥാനം. അവൻ ഉത്ഥാനം ചെയ്തുകൊണ്ടാണ്, മരിച്ചവൻ ഉത്ഥാനം ചെയ്തുകൊണ്ടാണ് അവൻ മറ്റുള്ള എല്ലാ മതസ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത്. അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്തത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരാളായി ഇരിക്കുന്നത്. ദൈവം സത്യമായും സ്വയം യേശുവിൽ ആവിഷ്കരിച്ച ഏറ്റവും സുപ്രധാനമായ നിമിഷമാണ് യേശുവിന്റെ ഉത്ഥാനം. യേശു വെറുതെ ആയിരുന്നവൻ മാത്രമല്ല, ഇപ്പോഴും ആയിരിക്കുന്നവനാണ്, ചിരഞ്ജീവിയാണ്. അത് വാക്കുകൊണ്ട് മാത്രമല്ല, യാഥാർത്ഥ്യം കൊണ്ടും സത്യമായത് യേശു മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തപ്പോഴാണ്. എപ്പോഴോ ചരിത്രത്തിൽ ജീവിച്ച് മറഞ്ഞു പോയവനല്ല യേശു. അവൻ സത്യത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു. ആ ഇപ്പോഴും ജീവിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ് യേശു മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകസത്യ ദൈവത്തിന്റെ മുഖം ശരിയായിട്ട് വെളിപ്പെടുന്നത് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത യേശുവിലാണ്. ഞാനത് ആവർത്തിക്കട്ടെ. ഏകസത്യ ദൈവത്തിന്റെ മുഖം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്, ദൃശ്യമാകുന്നത് ഉത്ഥാനം ചെയ്ത യേശുവിന്റെ മുഖത്താണ്. അതിനാൽ ഇത് ആവിഷ്കരിക്കാൻ, ഈ സത്യം ആവിഷ്കരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരുപാട് സംഗതികളുണ്ട്. അതിലൊന്നാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അതായത് യഹൂദരുടെ സാബത്ത് കഴിഞ്ഞ് വരുന്ന ദിവസം, നമ്മുടെ ഞായറാഴ്ച. ഞായറാഴ്ച എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഞായറാഴ്ച എന്ന വാക്കിനർത്ഥം സൂര്യന്റെ ദിനം എന്നാണ്. ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല, ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. ഈ സാബത്ത് ആചരണം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് ഏതെങ്കിലും മാർപ്പാപ്പിയോ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോ അല്ല. അങ്ങനെ പലരും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധ സിദ്ധാന്തമാണ്, എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും. യേശു മരിച്ചവൻ ഉത്ഥാനം ചെയ്തതും ശിഷ്യന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതും ആഴ്ചയുടെ ആദ്യ ദിവസം സംഭവിച്ചത് കൊണ്ടാണ് ഈ സാബത്ത് ആചരണം അത് മാറ്റി കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്നതിലേക്ക് വന്നത്. പുതിയ നിയമത്തിൽ സാബത്ത് ആചരിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്നാണ്. വെളിപാട് 1:10 കർത്താവിന്റെ ദിവസം. സാബത്ത് എന്ന് പറയുന്നത് ഉത്ഥാനത്തിന് മുമ്പുള്ള അവസ്ഥയാണ്. ഉത്ഥാനം കഴിഞ്ഞ പിന്നെ പറയുന്നത് കർത്താവിന്റെ ദിവസം എന്നാണ്. കർത്താവിന്റെ ദിവസം ഞായറാഴ്ചയാണ്, സാബത്ത് ശനിയാഴ്ചയാണ്.
ഈ സാബത്ത്, ശനിയാഴ്ച സാബത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റാൻ കർത്താവിന് അധികാരമുണ്ടായിരുന്നു. കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാബത്തിന്റെ ഉടമസ്ഥനാണ് ഞാൻ, സാബത്തിന്റെ കർത്താവാണ് ഞാൻ, സാബത്തിന്റെ ഉടയോനാണ് ഞാൻ. ഞാനാണ് സാബത്ത് ആചരിക്കാൻ നിങ്ങളോട് പറഞ്ഞത്. ആ സാബത്തിൽ നിന്നും ഉത്ഥാനത്തിലേക്ക്, ഞായറാഴ്ചയിലേക്ക് മാറ്റാൻ എനിക്ക് അധികാരമുണ്ട്. അതിന്റെ കർത്താവ് ഞാനല്ലേ? വിശുദ്ധ സമ്മേളനം, വിശുദ്ധ കുർബാന, പ്രാർത്ഥന എന്നിവയ്ക്കായി ആദിമസഭ സമ്മേളിച്ചത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. നടപടി ഗ്രന്ഥം 27, 1 കൊരിന്ത്യർ 16:2, കത്തോലിക്ക സഭയുടെ മതബോധനം 21:74. അതുകൊണ്ട് എറണാകുളത്ത് പഠിപ്പിക്കുന്ന കുറച്ച് പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ സൂര്യൻ ആരാധിക്കാൻ വേണ്ടിയിട്ട് കിഴക്കോട്ട് തിരിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അതുകൊണ്ടാണ് സൂര്യന്റെ ദിനം എന്ന അർത്ഥമുള്ള ഞായറാഴ്ചയിലേക്ക് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സാബത്ത് ആചരണത്തെ മാറ്റി സ്ഥാപിച്ചുവെന്ന് പഠിപ്പിക്കുന്ന എറണാകുളത്തെ പണ്ഡിതന്മാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ബൈബിളിലെ തിരുവചനങ്ങൾ വായിക്കൂ. നടപടി ഗ്രന്ഥം 27, 1 കൊരിന്ത്യർ 16:2, കത്തോലിക്ക സഭയുടെ മതബോധനം 21:74. നടപടി ഗ്രന്ഥം എഴുതപ്പെട്ടത് AD 63-ലാണ്. 1 കൊരിന്ത്യർ എഴുതപ്പെട്ടത് AD 56-ലാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജീവിച്ചിരുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. 1-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാറ്റിയ കാര്യമല്ല. അതിനാൽ തന്നെ സൂര്യദേവനെ ആരാധിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ സാബത്ത് ശനിയാഴ്ച ഞായറാഴ്ചയിലേക്ക് സൂര്യദേവന്റെ ദിവസത്തിലേക്ക് മാറ്റി എന്ന് പഠിപ്പിക്കുന്നത് ശുദ്ധ മണ്ടത്തരവും തെറ്റുമാണ്, അബദ്ധ സിദ്ധാന്തമാണ്. തിരുവചനത്തിനും കത്തോലിക്ക സഭയുടെ മതബോധനത്തിനും എതിരാണ്. അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയുന്നത് തെറ്റാണെന്ന് തിരുവചനം എടുത്തു വെച്ചുകൊണ്ട് അവരോട് പറയണം. അപ്പോഴേ നിങ്ങൾ ക്രിസ്ത്യാനികളാകൂ. അപ്പോ അച്ഛൻ വെറുപ്പ് പ്രഖ്യാപിക്കുന്നു, പ്രചരിപ്പിക്കുന്നു പറയരുത്. സത്യവിശ്വാസം, അതിനെതിരെ പറയുന്നവരെ എതിർക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ ഒന്നാമത്തെ ചുമതല. കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, വ്യാജപ്രവാചകന്മാർ വരും, ആട്ടും തോലിട്ട ചെന്നായ്ക്കൾ വരും. ചെന്നായ്ക്കൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം വ്യാജപ്രവാചകന്മാർക്കാണ്. അതിനാൽ ഞാൻ വെറുപ്പല്ല പറയുന്നത്, കർത്താവിന്റെ വചനമാണ് പറയുന്നത്. കർത്താവിന്റെ വചനമാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അതല്ല കർത്താവിന്റെ വചനം അതിനേക്കാളൊക്കെ വലുതാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വേദവിപരീതം എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരുടെ പിന്നാലെ പോയിക്കൊള്ളൂ. നിങ്ങൾ വേദവിപരീതത്തിലാണ്, അതായത് പാഷാണ്ഡതയിലാണ് എന്ന കാര്യം അത് വാസ്തവമായി നിലനിൽക്കും. കർത്താവിന്റെ മാലാഖ കല്ലുരുട്ടി മാറ്റി മരണത്തിന്റെ വിജയം ആഘോഷിക്കുന്ന സ്മാരകം, അതായത് കല്ലുരുട്ടി മുദ്ര വെച്ച് പോലീസിനെ കാവൽ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പം മരണമാണ് വിജയിച്ച് നിൽക്കുന്നത്. ഞാൻ ദുഃഖശനിയാഴ്ചയുടെ ദേവീശാസ്ത്രം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, കർത്താവിനെ കൊന്നു, കബറിടത്തിൽ വെച്ചു, കല്ല് വെച്ചു, മുദ്ര വെച്ചു, പോലീസുകാരെ കാവൽ നിർത്തി. മരണം വിജയിച്ച് നിൽക്കുന്നു. യുക്രൈനിലെ യുദ്ധം, ഹമാസിന്റെ ആക്രമണം, മറ്റ് മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണം, മണിപ്പൂരിലെ ആക്രമണം, നമ്മുടെ നാട്ടിൽ പറയേണ്ട കാര്യമില്ല. എത്ര പേരാണ് ഈ കൊല്ലപ്പെടുക, എന്നിട്ട് അത് ആഘോഷിക്കുക, അന്വേഷണം നടത്താതിരിക്കുക. സർക്കാർ തന്നെ അക്രമത്തെയും ആക്രമണങ്ങളെയും കൊലപാതകത്തെയും സപ്പോർട്ട് ചെയ്യുക. മരണം വിജയിച്ചു നിൽക്കുകയാണ്. അതാണ് ഈ വലിയ കല്ല്. ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ഞങ്ങൾ മുദ്ര വെച്ച്, പോലീസിനെ വെച്ച്, പട്ടാളത്തെ വെച്ച് നിങ്ങളെ കല്ലറയിൽ അടച്ചു പൂട്ടും. അതാണ് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല്. ആ കല്ലിന്മേലുള്ള മരണത്തിന്റെ വിജയമെന്ന് ആഘോഷിക്കുന്ന അതിന്റെ മേലുള്ള ദൈവത്തിന്റെ വിജയമാണ് മാലാഖ കല്ലുരുട്ടി മാറ്റുന്നത്. കല്ലുരുട്ടി മാറ്റി മാത്രമല്ല, എന്നിട്ട് അതിന്റെ മുകളിൽ മാലാഖ അങ്ങ് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ വിജയം. ഇങ്ങനെ പണത്തിന്റെയും അധികാരത്തെയും കുങ്കില് പാവപ്പെട്ട മനുഷ്യരെ കൊന്നു തള്ളുന്നവരെ, അവരുടെ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഈ നിഷ്കളങ്കരെ കൊന്ന് മുദ്ര വെച്ചിരിക്കുന്ന കല്ല്, ദൈവത്തിന്റെ മാലാഖ ഉരുട്ടി മാറ്റി ആ കല്ലിന്റെ മേൽ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ വിജയം. ദൈവമായ വചനം മനുഷ്യനാവുകെന്ന ബാഹ്യമായ മഹാരഹസ്യത്തിന്റെ ബാഹ്യമായ അടയാളമായിരുന്നു കന്യകയുടെ ഗർഭധാരണം. ഞാൻ ഒന്ന് ആവർത്തിക്കുക. ദൈവമായ വചനം മനുഷ്യനാവുക എന്ന മഹാരഹസ്യത്തിന്റെ ബാഹ്യമായ അടയാളമായിരുന്നു കന്യകയുടെ ഗർഭധാരണം. അതുപോലെ യേശു മരിച്ചവൻ ഉത്ഥാനം ചെയ്യുക എന്ന മഹാരഹസ്യത്തിന്റെ ബാഹ്യമായ അടയാളമാണ് മാലാഖയുടെ ഈ പ്രവൃത്തി. കന്യകയുടെ ഗർഭധാരണം ദൈവം മനുഷ്യനായ ആ മഹാരഹസ്യത്തിന്റെ ബാഹ്യമായ അടയാളം. അതുപോലെ ഈ മാലാഖ കല്ലുരുട്ടി മാറ്റി ആ കല്ലിന്മേൽ ഇരിക്കുന്നത്
ദൈവം മരിച്ചവരിൽ യേശു ഉയർപ്പിച്ചു എന്ന മഹാരഹസ്യത്തിന്റെ ബാഹ്യമായ അടയാളമാണ്. ഇനി ആ മാലാഖ പറഞ്ഞ വാക്കുകൾ എന്താണ്? യേശു ഇവിടെ ഇല്ല. യേശുവിന്റെ ശവകുടീരം ഏതെന്ന് വ്യക്തമായും അറിയാമായിരുന്നു അവർക്ക്. ഇവിടെ സ്വാഭാവികമായി ചോദ്യം ഉയരാം, ആ ശവകുടീരത്തിൽ തുടർന്നും യേശു ഉണ്ടായിരുന്നുവോ? മാലാഖ പറഞ്ഞു ഇല്ല, അവൻ അവിടെ ഇല്ല. അതായത് ഉത്ഥാനം ചെയ്തതിനു ശേഷം കല്ലറ ശൂന്യമായിരുന്നു. അവൻ കല്ലറയിൽ തുടർന്നും കിടന്നുകൊണ്ട് തന്നെ യേശുവിന് ഉയർക്കാൻ സാധിക്കുമായിരുന്നോ? അങ്ങനെയുള്ളതായിരുന്നെങ്കിൽ ഏതു തരം ഉത്ഥാനമാണത്? അതിനേക്കാൾ ഉപരി അക്കാലത്ത് ജെറൂസലമിൽ ആരെങ്കിലും യേശുവിന്റെ മൃതശരീരം കല്ലറയിൽ കിടക്കുന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ അന്നത്തെ ജെറൂസലമിൽ യേശുവിന് ഉത്ഥാനത്തെക്കുറിച്ച് പ്രഘോഷണം സാധ്യമാകുമായിരുന്നോ? അപ്പൊ ശൂന്യമായ കല്ലറ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. യേശു ശരീരത്തോടു കൂടി ഉത്ഥാനം ചെയ്തു എന്നതിന്റെ തെളിവ്. അതായത് അവൻ മനുഷ്യത്വം, അവൻ മനുഷ്യനായപ്പോൾ സ്വീകരിച്ച, ദൈവത്വത്തിലേക്ക് സ്വീകരിച്ച മനുഷ്യത്വം മരിച്ചപ്പോൾ ഉരിഞ്ഞു കളഞ്ഞില്ല. മനുഷ്യത്വവും ആയിട്ടുമാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. നമ്മളെയും കൊണ്ടാണ് അവൻ പോയത്, മനുഷ്യരെയും കൊണ്ടാണ് പോയത്. എല്ലാ മനുഷ്യരും അവന്റെ ആലിംഗനം ചെയ്യുന്ന കർത്താവ് അവന് മനുഷ്യത്വം കല്ലറയിൽ ഉപേക്ഷിച്ചില്ല. ആ മനുഷ്യത്വവുമായിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. സ്വർഗത്തിന്റെ സ്വഭാവവും ഉത്ഥാനത്തിന്റെ സ്വഭാവമൊക്കെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുകയാണ്. ശൂന്യമായ കല്ലറ സംസാരിക്കുന്നത് ശരീരത്തെക്കുറിച്ചാണ്. അതിനാൽ അതൊരു വ്യക്തിയെക്കുറിച്ച് മുഴുവനുമാണ്. കാരണം യഹൂദന്മാര് ശരീരം എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറഞ്ഞാലും ശരീരത്തെ പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന ആളെയാണ്. അപ്പോൾ ശരീരം ഉയർക്കുക എന്ന് പറഞ്ഞാൽ ആള് പൂർണ്ണമായും ഉയർക്കുന്നുവെന്നാണ്. ശരീരത്തിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നെന്ന് പറയുമ്പോൾ ആളുടെ ഉയർപ്പിൽ, ആത്മാവിന്റെ ഉയർപ്പിൽ മാത്രമല്ല, ആളുടെ ഉയർപ്പിൽ നാം വിശ്വസിക്കുന്നുവെന്നാണ്. ആളുടെ ഉയർപ്പിൽ. അപ്പോൾ എന്താണ് ഈ ഉയർപ്പ് എന്ന് പറയുന്നത്? ഉയർപ്പ് എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കത്ര എളുപ്പമല്ല ഇത് മനസ്സിലാക്കാൻ. അന്ന് ഈ ഉത്തിതനായ കർത്താവിനെ കണ്ടവർക്കൊന്നും തന്നെ ഇത് എളുപ്പത്തിൽ പറയാൻ പറ്റുമായിരുന്നില്ല. നമുക്കപ്പോൾ ഇതിന്റെ ഈ ഉത്ഥാനം തിരിച്ചറിയാനായിട്ട് 2-3 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഈ ഉത്ഥാനം ചെയ്ത കർത്താവ് ഒരുപാട് പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് പൗലോസ് ലീഗ കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 3 മുതൽ, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ആ വാക്കുകൾ നോക്കിയാൽ, എനിക്ക് ലഭിച്ചത്, പാരമ്പര്യത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. എനിക്ക് പരമ്പരാഗതമായി കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ലഭിച്ചത് സഭയിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. എന്താണ്? വിശുദ്ധ ലിഖിതങ്ങളെ പറഞ്ഞിട്ടുള്ളത് പോലെ, അതാണ് ലഭിച്ചത്. വിശുദ്ധ ലിഖിതങ്ങളെ പറഞ്ഞിട്ടുള്ളത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്തു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ അവൻ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവൻ കേഫാസിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവരിൽ മിക്കവരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചു. 500-ലധികം പേർക്ക്. പൗലോസ് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി ചോദിച്ചോ, പലരും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവർക്കും ഒടുവിൽ പിന്നെ അവൻ യാക്കോബിനും പിന്നെ മറ്റെല്ലാ അപ്പസ്തലന്മാർക്കും പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ആദ്യം കേഫാസ്, പിന്നെ 12 പേർക്ക്, 500-ലധികം സഹോദരന്മാർക്ക്, യാക്കോബിന്, പിന്നെ മറ്റെല്ലാ അപ്പസ്തലന്മാർക്ക്, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്ക്. സ്ത്രീകൾ, മക്തല്ല മറിയം, അതൊന്നും പൗലോസോട് സൂചിപ്പിക്കുന്നില്ല, അവർക്കുമുണ്ട്. സുവിശേഷം നമുക്കറിയാം. ചുരുക്കത്തില് അനേകം പേരാണ് സാക്ഷികൾ. ഇത്രയും പേരുടെ സാക്ഷ്യമുള്ള ഒരു സംഗതി ഒരു തെളിവും മറിച്ച് ഹാജരാക്കാതെ നിഷേധിച്ചാൽ ശരിയാകുമോ? അത് ഭയങ്കര തെമ്മാടിത്തരാകില്ലേ? അതുകൊണ്ട് യേശുവിന് ഉത്ഥാനം നിഷേധിക്കുന്നെങ്കിൽ ഈ സാക്ഷികളുടെ മൊഴികളും അതൊക്കെ തെറ്റായിരുന്നു സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകൾ ഹാജരാക്കണം. അല്ലാതെ വെറുതെ അങ്ങ് നിഷേധിച്ചാൽ ശരിയാകില്ല. കാരണം അനേകം സാക്ഷികളും അനേകം തെളിവുകളുമാണുള്ളത്. അപ്പൊ ചിലര് പറയും, അതൊക്കെ കത്തോലിക്ക സഭ തിരുത്തൽ വരുത്തിയതാണ് ഈ തെളിവുകളൊക്കെ. ഞാൻ ഇന്നലത്തെ ടോക്കിനകത്ത് പറഞ്ഞു, അത് കത്തോലിക്ക സഭയുടെ കയ്യിലല്ല ബൈബിളിന്റെ എല്ലാ കയ്യെഴുത്തുപ്രതി ഇരിക്കുന്നത്. വത്തിക്കാനിലല്ല എല്ലാ ബൈബിളിന്റെ കയ്യെഴുത്തുപ്രതി ഇരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തിരുത്താനൊന്നും കഴിയില്ല. അത് അങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റുകളാണ്. ധാരാളം മ്യൂസിയങ്ങളെല്ലാം പല സ്ഥലത്തുള്ള മ്യൂസിയങ്ങൾ ഇരിക്കണേ. ചിലത് യഹൂദന്മാരുടെ കയ്യിലാണ്, പ്രൊട്ടസ്റ്റന്റുകാരുടെ കയ്യിൽ,
പലരുടെ കയ്യിലാണ്. അപ്പൊ അതൊക്കെ വത്തിക്കാനിൽ ഇരുന്നിട്ട് ഓരോരുത്തരും തിരുത്താന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും മണ്ടന്മാര് ലോകത്തുണ്ടാകില്ല. മണ്ടന്മാരങ്ങനെ പറയട്ടെ. നമ്മൾ ഈ ഓർക്കേണ്ടത്, ഈ പൗലോസിന്റെ വിശ്വാസ പ്രഘോഷണത്തില് ആദ്യം ഉത്ഥാനത്തിന്റെ വസ്തുതയെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുക. തിരുവെഴുത്തുകൾ പ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഉത്ഥാനത്തിന്റെ വസ്തുത. പിന്നെ അവൻ പറയാണ് കേഫാസിന് 12 പേർക്ക്, അങ്ങനെ പറഞ്ഞങ്ങനെ പോവുകയാണ്. അതായത് ഈ വിശ്വാസ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം ആവിഷ്കരിക്കുമ്പോൾ ഒന്നാമൻ കേഫാസ്, ഷിമോൻ പത്രോസ്. ഈ ഞാൻ സഭ സ്ഥാപിക്കുന്നു, സ്വർഗ്ഗരാജ്യത്തെ താക്കോൽ നിനക്ക് തരുന്നു, നീ എന്റെ ആടുകളെ മേയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ പത്രോസിന് പറഞ്ഞ അതേ ആ കർത്താവ് ആദ്യം കേഫാസിനാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവന് സഭയുടെ പാറയായി സ്വർഗ്ഗരാജ്യത്തെ താക്കോലുകൾ അവന് കൊടുത്ത് അവനെ തനിക്ക് പിന്നാലെ അജഗണത്തിന്റെ നേതാവായിട്ട് ഇടയനായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് അവനാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ വിശ്വാസ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന ശിലയായിട്ട് കേഫാസും 12 പേരും. ഏത് കാര്യത്തിനും സംശയ നിവൃത്തി വരണമെങ്കിൽ കേഫാസിന്റെ അടുത്തും ഈ 12 പേരുടെ അടുത്തും ചെല്ലാമെന്നാണ്. അതോടൊപ്പം തന്നെ പത്രോസിന് കൊടുത്തിരിക്കുന്ന സവിശേഷ ദൗത്യം അടിവരയിട്ട് സ്ഥാപിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ മാനസാന്തരപ്പെടുമ്പോൾ നിന്റെ സഹോദരന്മാരെ ഇല്ലേ സ്ഥിരപ്പെടുത്തുക, വിശ്വാസം സ്ഥിരപ്പെടുത്തുക എന്ന് അന്ത്യത്താഴത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞിരുന്നു. ലൂക്ക 22:32. അതിന്റെ ആ ഘടനയിലേക്കും പത്രോസിന് പ്രവേശനം നൽകുകയാണ്. ഇപ്പോൾ ഉത്ഥാനത്തിന് ശേഷം കർത്താവ് അദ്ദേഹത്തിന് ആദ്യം പ്രത്യക്ഷപ്പെടുന്നതിന് കാരണം അതാണ്. 12 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് പത്രോസിന്റെ സവിശേഷമായ ചുമതലയെ നവീകരിച്ച് പുതുക്കി അവനെ വീണ്ടും ഏൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉത്തിതനായ കർത്താവിൽ വിശ്വസിക്കുക എന്നാണ് ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിന്റെ സാരാംശം. ഉത്തിതനായ കർത്താവിൽ വിശ്വസിക്കുക എന്നതാണ് ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിന്റെ സാരാംശം. അതായത് മറ്റൊരു മത നേതാവും മരിച്ചവൻ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയരുത്. എല്ലാ മതങ്ങളും ഒന്നല്ല. രണ്ടാമത്, ഉത്തിതനായ കർത്താവിൽ വിശ്വസിക്കുക എന്നതാണ് ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിന് സാരാംശമെങ്കിൽ ഈ പത്രോസിന്റെ സവിശേഷ സാക്ഷ്യ ദൗത്യം സഭ പണിയപ്പെടാനുള്ള പാറയായിരിക്കുക എന്ന ചുമതലയുടെ സ്ഥിരീകരണമാണ്. സഭ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസ് എന്ന പാറയപ്പുറത്താണ്. അത് അംഗീകരിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ഉത്തിതനായ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉത്തിതനായ കർത്താവ് ഒന്നാമത് പ്രത്യക്ഷപ്പെട്ട കേഫാസിനാണ്. എന്തുകൊണ്ട് കേഫാസിൽ പ്രത്യക്ഷപ്പെടല് എടുത്തു പറഞ്ഞിരിക്കുന്നു? കാരണം നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ പള്ളി പണിയും, സ്വർഗ്ഗരാജ്യത്തെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്ന് പത്രോസിനോട് മാത്രമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പത്രോസിനോട് മാത്രം. നീ എന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക എന്ന് പത്രോസിനോട് മാത്രമാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉത്തിതനായ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കേഫാസിനാണ്. അതിനാൽ ഈ സാക്ഷ്യം, അതായത് ഉത്തിതനായ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കേഫാസിനാണ് എന്ന സാക്ഷ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. അതിനർത്ഥം അവനാണ് സഭയുടെ പാറ എന്നും അവന്റെ കയ്യിലാണ് സ്വർഗ്ഗത്തെ താക്കോലുകൾ എന്നും അവനാണ് മുഖ്യ ഇടയനെന്നുമാണ്. അവനെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു പോകുന്നവരോട് തീരാനല്ലോ, ലോകാവസാനം വരെ നിലനിൽക്കണം. അതാണ് ഈ പത്രോസിന്റെ പിൻഗാമികൾ എന്നും നമ്മൾ പറയുന്ന മാർപ്പാപ്പന്മാര്. പൗലോസ് പറയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ക്രൈസ്തവ സന്ദേശത്തിന് പൊതുവായി എന്താണ് ശരീരത്തിന്റെ ഉയർപ്പ്, യേശുവിന്റെ ഉയർപ്പ് എന്ന് കൃത്യമായിട്ട് പൗലോസ് പഠിപ്പിക്കുക. ക്രിസ്തു ധർമ്മത്തിന്റെ അടിസ്ഥാന ശിലയാണ് യേശുവിന്റെ ഉത്ഥാനം. അതിനെ നിരാകരിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വേരുകൾ തന്നെ അറുത്ത് മുറിച്ച് കളയുന്നതിന് തുല്യമായിരിക്കും. മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തു എന്ന നേർസാക്ഷ്യത്തിന്റെ സത്യത്തോടൊപ്പമാണ്, അതിന്റെ സത്യാവസ്ഥയെ ആശ്രയിച്ചാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിലനിൽപ്പോ പതനമോ. ലോകത്തെ മാറ്റിമറിച്ചതും മനുഷ്യവംശത്തിന്റെ ജീവിത പരിസരത്തെ പുനരാഖ്യാനം ചെയ്തതുമായ സംഭവമാണ് ഉത്ഥാനം. അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം പറയാണ്, യേശു ആയിരുന്നവൻ മാത്രമാണോ അത് ഇപ്പോഴും ആയിരിക്കുന്നവനാണോ? ചരിത്രത്തിൽ ജീവിച്ച് മറഞ്ഞു പോയവനാണോ അതോ ഇപ്പോഴും ജീവിക്കുന്നവനാണോ? ഇപ്പോഴും ജീവിക്കുന്നവനാണെങ്കിൽ
അവന്റെ വാക്കുകൾക്ക് ഇന്ന് ജീവനുണ്ടോ? അവന്റെ വാക്കുകൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ വാക്കുകൾ ജീവൻ വയ്ക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ടോ? അങ്ങനെ ജീവൻ വയ്ക്കുന്ന നിമിഷത്തെയാണ് ഞാൻ കൂദാശ എന്ന് വിളിക്കുക. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. അപ്പൊ വീണ്ടും നമുക്ക് ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉത്ഥാനത്തില്? ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടിയ സാക്ഷികൾക്കൊന്നും തന്നെ ഇതിന് ഉത്തരം നൽകാൻ എളുപ്പമല്ലായിരുന്നു. തീർത്തും പുതിയതായ ഒരു മുൻമാതൃകയില്ലാത്ത ഒരു യാഥാർത്ഥ്യത്തെയാണ് അവർ കണ്ടുമുട്ടിയത്. അവരുടെ സ്വാഭാവിക അനുഭവജ്ഞാനത്തിന്റെ അതിരുകൾ ഭേദിച്ചു പോയ ഒന്നായിരുന്നു അത്. തങ്ങളെ തന്നെ ഞെട്ടിച്ച, സ്തബ്ധരാക്കിയ ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അവരെ അതിന് സാക്ഷ്യം വഹിക്കാൻ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചെങ്കിലും തങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടുള്ള എല്ലാ സംഘങ്ങളും തീർത്തും വ്യത്യസ്തമായിരുന്നതിനാൽ അവർക്ക് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് വലിയ നിശ്ചയമുണ്ടായില്ല. മനുഷ്യപുത്രൻ മരിച്ചവരിൽ ഉയർക്കണമെന്ന് യേശു പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് ഉത്തരം കിട്ടാതെ രൂപാന്തരിക ഭാവത്തിന്റെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് മർക്കോസ് പറയുന്നുണ്ട്. മർക്കോസ് 9:9-10. അതെ, എന്താണ് ഈ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്യുക എന്നതിന്റെ അർത്ഥം? മരിച്ചവരിൽ ഉയർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്യന്മാർക്ക് അത് അത്ര തുടക്കത്തിൽ മനസ്സിലായില്ല. ആ യാഥാർത്ഥ്യത്തെ നേരിട്ട് അനുഭവിക്കുന്നത് വരെ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞുമില്ല. അതിനാൽ മരിച്ചവരുടെ ഉത്ഥാനം എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്ന് ആരെങ്കിലും പറഞ്ഞു വന്നാൽ അവർക്ക് അതിന്റെ അർത്ഥം അറിയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. യേശു കുഴിമാടത്തുനിന്ന് ഈഹലോകത്തിലേക്ക് തിരിച്ചു വന്നതല്ല. ഒരു മനുഷ്യന്റെ മരിച്ചൊരു മനുഷ്യന്റെ പുനരുജ്ജീവനം, അതല്ല ഉത്ഥാനം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് എത്രയോ സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ 3 പേരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലാസറിനെ, യായിറസിന്റെ മകളെ, പിന്നെ നായരുടെ വിധവയുടെ മകൻ. അവരൊക്കെ ഇഹലോകത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പിന്നീട് ഡെഫിനറ്റായിട്ട് മരിച്ചുപോയി. അങ്ങനെയുള്ള മരിച്ച ഒരാള് ഇഹലോകത്തിലേക്ക് വന്നതല്ല യേശുവിന്റെ ഉത്ഥാനം. അങ്ങനെയായാൽ മരിച്ച ഒരാളുടെ ഒരു പുനരുജ്ജീവനം എന്നല്ലാതെ, അത് വൈദ്യശാസ്ത്രപരമായി വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു വിസ്മയം എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഉണ്ടാകില്ല. യേശുവിന്റെ ഉത്ഥാനം, ആവർത്തിക്കുകയാണ്, ഒരു ശവത്തിന്റെ പുനരുജ്ജീവനമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കത് പരിഗണനാ വിഷയമേ അല്ല. കാരണം വൈദ്യശാസ്ത്രപരമായി മരിച്ചുവെന്ന് വിധി എഴുതപ്പെട്ട ഒരാള് ബിഷപ്പുമാരുടെ സഹായത്താലോ അല്ലാതെയോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിൽ കവിഞ്ഞൊന്നും ഇല്ല. മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിനോ നമ്മുടെ മനുഷ്യ അവസ്ഥയ്ക്കോ അതൊരു മാറ്റം വരുത്തില്ല. അതിനാൽ ഞാൻ ആവർത്തിക്കുന്നു, നായനയുടെ വിധവയുടെ മകൻ, യായിറോസിന്റെ മകൾ, ലാസർ, അവരുടെ പുനരുജ്ജീവനങ്ങളെന്ന് വളരെ അതുപോലത്തെ ഒരു പുനരുജ്ജീവനമല്ല യേശുവിന്റെ ഉത്ഥാനം. പട്ടടയിൽ നിന്ന് ഈ ഇഹലോകത്തിലേക്ക് തിരിച്ചു വന്ന് പിന്നെ മരിച്ചുപോയി, അങ്ങനെയല്ല യേശു. മനുഷ്യപുത്രന്റെ ഉത്ഥാനം സംഭവിച്ചത് തീർത്തും വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. അതാണ് പുതിയ നിയമത്തിലെ സാക്ഷ്യങ്ങൾ മുഴുവൻ പറയുന്നത്. എന്താണത്? പൂർണ്ണമായും പുതിയതായ ഒരു ജീവന്റെ രൂപത്തിലേക്കാണ് യേശു ഉത്ഥാനം ചെയ്തത്. പൂർണ്ണമായും പുതിയതായ ഒരു ജീവന്റെ രൂപത്തിലേക്ക്. യേശുവിന്റെ തിരുവുത്ഥാനം ജീവന്റെ തന്നെ പുതിയ രൂപത്തിന്റെ ജീവന്റെ പുതിയ രൂപത്തിന്റെ പിറവിയായിരുന്നു. നൂതന രൂപത്തിന്റെ പിറവിയായിരുന്നു. ആ പുതിയ ജീവരൂപമാകട്ടെ മരിക്കുകയും ആയിത്തീരുകയും ചെയ്യുന്ന മരണം, അഴിയൽ എന്ന സാധാരണ ജീവിത നിയമങ്ങൾക്ക് വിധേയമല്ലാത്തതാണ്. ആ സ്വാഭാവിക നിയമത്തിന് അതീതമായി ഈ പുതിയ ജീവിത രൂപം ഉറവയെടുക്കുന്നു. മനുഷ്യന്റെ അസ്തിത്വത്തിന് പുതിയ മാനങ്ങൾ, പുതിയ ചക്രവാളങ്ങൾ അത് തുറന്നിടുന്നു. അതിനാൽ തന്നെ ഭൂതകാലത്ത് നടന്നൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഉത്ഥാനം. യേശുവിന്റെ തിരുവുത്ഥാനത്തെ ഭൂതകാലത്തിന്റെ പഴമയുടെ ഭണ്ഡാരത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. മനുഷ്യകുലത്തിലെ സകല മനുഷ്യരെയും ബാധിക്കുന്ന നേട്ടമാണ് യേശുവിന്റെ ഉത്ഥാനത്തിലൂടെ ഉണ്ടായത്. അതായത് മനുഷ്യവംശത്തിന് മുഴുവനും ഒരു ഭാവി, തികച്ചും പുതിയ ഇനത്തിലുള്ളൊരു ഭാവി, പുതിയ ജനുസിലുള്ള ജീവൻ, അതിലേക്ക് ആ ശ്രീകോവിലേക്ക് നട തുറന്നിടുകയായിരുന്നു. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൽ നമുക്കൊരിടം. അങ്ങനെ നമ്മുടെ ശരീരത്തെ ഉപേക്ഷിക്കാതെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി നാം തന്നെ ദൈവത്തിലായിരിക്കാനുള്ള സാധ്യതയാണ്
ആ ജീവരൂപത്തിലേക്ക് കടന്നു പോയിക്കൊണ്ട് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ഉത്തിത ശരീരം എങ്ങനെ ഇരിക്കും? ഉത്തിത ശരീരം എങ്ങനെ ഇരിക്കും? ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി കൂടി ഒന്ന് വിശദമായിട്ട് പറയുകയാണ്. പൗലോസ്ലീഹ ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. 1 കൊരിന്ത്യർ 15:35 മുതൽ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയാണ് പ്രത്യക്ഷപ്പെടുക? പൗലോസ്ലീഹ ആ ചോദ്യം ചോദിച്ച ആൾക്കാരെ കളിയാക്കിക്കൊണ്ടാണ് പറയണേ, വിഡ്ഢിയായ മനുഷ്യ, ഭോഷ എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. നമ്മളും ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ പൗലോസ് പറയുക ഭോഷ, വിഡ്ഢി എന്നൊക്കെയാണ്. വിഡ്ഢികളായും ഭോഷന്മാരായിട്ടും തന്നെ നമുക്ക് പൗലോസ് പറഞ്ഞ കാര്യം തന്നെ ഞാൻ വേറൊരു രൂപത്തിൽ പൗലോസ് പറഞ്ഞ വാക്കുകളിലൂടെ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുക. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന യുക്തിയിലും വിശ്വാസത്തിലും വചനത്തിലും മനസ്സിലാക്കുന്ന തരത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കുക. ഈ ചെടിയും പൂവും ഇതിന് ജീവനുണ്ടോ? ജീവനുണ്ട്. എങ്ങനെയാ മനസ്സിലായത് ജീവനുണ്ടെന്ന്? അത് വളരുന്നു. സസ്യജീവന്റെ ലക്ഷണമാണ് വളർച്ച. സസ്യജീവന് ഇതിന് ജീവനുണ്ട്, അത് വളരുന്നു. അപ്പോൾ സസ്യജീവന്റെ ലക്ഷണമാണ് വളർച്ച. ഗ്രോത്ത് ഈസ് എ സൈൻ ഓഫ് വെജിറ്റേറ്റീവ് ലൈഫ്. നമുക്ക് ജീവന്റെ അടുത്ത രൂപം എടുക്കുക, മൃഗജീവൻ. പട്ടിയോ പൂച്ചയോ ആനയോ എന്തുമാകട്ടെ, പശുവോ, അവയ്ക്കെല്ലാം സസ്യജീവനുണ്ട്, അവ വളരുന്നു. എന്നാൽ സസ്യങ്ങൾക്കില്ലാത്തൊരു ജീവന്റെ ഒരു ഘട്ടം മൃഗങ്ങൾക്കുണ്ട്, മൃഗജീവൻ. എന്താണ് മൃഗജീവന്റെ ലക്ഷണം? മൂവ്മെന്റ്, ചലനം. ഈ ചെടിക്ക് അനങ്ങാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ല. പക്ഷേ ഈ മൃഗങ്ങൾക്ക് മൂവ്മെന്റ് ഇല്ലേ, ചലിക്കാൻ പറ്റും. അപ്പോൾ ചലനമാണ് മൃഗജീവന്റെ ലക്ഷണം. നമുക്ക് അടുത്തൊരു ഘട്ടമെടുക്കുക, മനുഷ്യജീവൻ. അപ്പോൾ സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ. ജീവന്റെ ഇങ്ങനെ ഘട്ടങ്ങൾ പറയാണ്. മനുഷ്യജീവൻ, എന്താണ് മനുഷ്യജീവന്റെ ലക്ഷണം? വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നില്ല. ഞാൻ എളുപ്പത്തിൽ പറയാം. 3 സംഗതികളാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. 1 റീസൺ, വിശേഷ ബുദ്ധി. 2 സ്വാതന്ത്ര്യം. 3 സ്നേഹം. ഇത് 3 ഏറ്റവും ചെറിയ മൃഗമാണ് മനുഷ്യൻ. സ്വാതന്ത്ര്യം എന്താണെന്നറിയാൻ പെട്ടെന്നൊരു വാക്ക് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ആന മനുഷ്യരെ കൊല്ലുന്നു, വന്യമൃഗങ്ങൾ. കടുവ, കാട്ടുപോത്ത്. എന്തുകൊണ്ടാണ് ഈ ആനയെ കോടതിയെ ഹാജരാക്കാത്തത്? എന്തുകൊണ്ടാണ് കടുവയെ കൂട്ടിലിട്ട് പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് മെത്രാന്മാരൊക്കെ ഈ പത്രത്തിലൂടെ പ്രസ്താവന നടത്തിയാൽ വന്യമൃഗങ്ങൾ കേൾക്കില്ല എന്ന് പറയേണ്ടി വരുന്നത്? ഈ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു, അല്ലെങ്കിൽ മറ്റു ഈ മനുഷ്യരെ മുഴുവൻ ചവിട്ടിക്കൊന്നാൽ ആനയ്ക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ വർജിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മയെ വർജിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള കപ്പാസിറ്റിയാണ്. ഇതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ആ അറിവ് എന്ന് പറയുന്നത് ധാർമ്മികമായ അറിവും ധാർമ്മികമായ ഫാക്കൽറ്റിയാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ വർജിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള കപ്പാസിറ്റി അതുള്ളത് കൊണ്ട് തന്നെ ആ ഉള്ള ജീവിക്ക് മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നീ നിന്നെ തന്നെ സ്നേഹിക്കണം, എന്നാലേ നിനക്ക് ഭക്ഷണം വേണം, നിനക്ക് ഉടുപ്പ് വേണം, നിന്നെ തന്നെ സ്നേഹിക്കണം. ഈ ചെടിക്ക് സ്നേഹിക്കാൻ അറിയോ? ഇല്ല. പക്ഷെ ചെടി അതിനെ തന്നെ സംരക്ഷിക്കില്ലേ? സൂര്യപ്രകാശം വന്നതൊക്കെ ചായയില്ലേ? വെള്ളം കിട്ടുന്നിടത്തേക്ക് പോകില്ലേ അതിന്റെ വേരുകള്? അതിനെ സ്നേഹിക്കാൻ അറിഞ്ഞിട്ടാണോ അതങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ സ്നേഹം എന്ന ഫാക്കൽറ്റി വേണ്ട നമുക്ക് സ്വയം നോക്കാനായിട്ട്. ഭക്ഷണം കഴിക്കാനുള്ള തോന്നല്, വസ്ത്രം ധരിക്കണം, അങ്ങനെ കാര്യം നാം നമ്മെ തന്നെ സ്നേഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സസ്യങ്ങളെ സ്നേഹിച്ചിട്ടല്ല സ്വയം കരുതലെടുക്കുന്നത്. അവർക്ക് സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം സ്വാതന്ത്ര്യമില്ല. അപ്പോൾ നമ്മെ ആക്കുന്നത് ഈ 3 ഫാക്കൽറ്റികളാണ്: വിശേഷബുദ്ധി, സ്വാതന്ത്ര്യം, സ്നേഹം. അപ്പോൾ മനുഷ്യജീവന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയുടെ തീരുമാനമെടുക്കാനും നടപ്പാക്കാനുമുള്ള കഴിവ്. ഇപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഒന്നുകൂടി ഞാൻ ആ ഉദാഹരണം ഒന്നുകൂടി പറയാണ് മനസ്സിൽ നിൽക്കാൻ. സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ, ജീവന്റെ ഘട്ടങ്ങൾ. ഈ മനുഷ്യജീവന്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ചോദ്യം ചോദിക്കുക. മനുഷ്യജീവനാണോ ജീവന്റെ അവസാനം, അതോ അതിനപ്പുറത്തൊരു ഘട്ടം കൂടി ഉണ്ടോ? ചോദ്യം ഞാൻ ആവർത്തിക്കുക. സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ. ഈ ജീവന്റെ 3 ഘട്ടങ്ങൾ ഒരു ഉദാഹരണമായി കണ്ടിട്ട് നമുക്ക് ചോദ്യം ചോദിക്കുക. ഈ സസ്യജീവനിൽ നിന്ന് മൃഗജീവനിലേക്കും മൃഗജീവനിൽ നിന്ന് മനുഷ്യജീവനിലേക്കും മനുഷ്യജീവനാണോ
ജീവന്റെ അവസാനത്തെ ഘട്ടം? എന്ത് പറയുന്നു? മനുഷ്യജീവനാണോ അവസാനത്തെ ഘട്ടം? ചിലർ പറയും മനുഷ്യജീവനല്ല, അതിനപ്പുറത്തൊരു ജീവനുണ്ട്, കാരണം ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു, വിശ്വാസം അങ്ങനെ പഠിപ്പിക്കുന്നു, നമുക്ക് ആത്മാവുണ്ട് എന്നൊക്കെ. നമ്മളൊരു നിരീശ്വരനോട് സംസാരിക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു യുക്തിവാദിയോട് സംസാരിക്കുക. അവർക്ക് ആ ആത്മാവില്ല, ദൈവമില്ല എന്നൊക്കെ അവർ വിചാരിക്കുന്നേ. അപ്പൊ അവരുടെ ഇത് പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. നമുക്ക് ഒരല്പം കൂടി അവരുടെ ഭാഷയിൽ, വിശ്വാസികൾക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, വിശ്വാസികൾക്ക് ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ വിശ്വാസികൾ അവിശ്വാസികളോട് സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോൾ അവിശ്വാസികൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? നമുക്ക് ഈ യുക്തിയിൽ തന്നെ ഉത്തരം പറയാം. ഈ ജീവനായിരിക്കണമെങ്കിൽ അത് എന്നും ജീവിച്ചുകൊണ്ടിരിക്കണ്ടേ? സത്യജീവൻ മരിച്ചു പോകും, ഇല്ലേ? മൃഗങ്ങളും മരിക്കും, മനുഷ്യരും മരിക്കും. അപ്പം മരിക്കുന്ന ഒരു സംഗതിയെ ജീവൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ജീവനായിരിക്കണമെങ്കിൽ മരണത്തിന്റെ നിയമങ്ങൾക്ക്, അഴിയലിന്റെ നിയമങ്ങൾക്ക് വിധേയമാകാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ജീവനായിരിക്കണമെങ്കിൽ ജീവിച്ചുകൊണ്ടേയിരിക്കണം. ജീവൻ മരിച്ചു പോയാൽ മരണത്തിനാണ് ശക്തി. അപ്പോൾ അതിന് ജീവൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ യുക്തി, അതായത് ജീവന്റെ ഈ പരിണാമത്തിന്റെ യുക്തി തന്നെ വെച്ച് നോക്കിയാലും ജീവനായിരിക്കണമെങ്കിൽ ജീവൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കണം. ആ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് യേശു പറയുന്നത്, നിത്യജീവൻ എന്ന് യേശു പറയുന്നത്. അതായത് മരണത്തിന്റെയും അഴിയലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. ഞാൻ ഒന്നുകൂടി പറയാം, മരണത്തിന്റെയും അഴിയലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, അതാണ് ഉത്ഥാനം. ഉത്ഥാനം കൊണ്ട് കർത്താവ് സൃഷ്ടിച്ചത് ഈ പുതിയ ജനസിലുള്ള ജീവനാണ്. എന്താണ് അതിന്റെ ലക്ഷണം? സസ്യജീവന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു, വളർച്ച. മൃഗജീവന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു, ചലനം. മനുഷ്യജീവന്റേത് ഇച്ഛാശക്തി, സ്വാതന്ത്ര്യത്തിലും സ്നേഹത്തിലുമുള്ള വിശേഷ ബുദ്ധി എടുക്കുന്ന തീരുമാനം, അത് നടപ്പാക്കാനുള്ള ചങ്കുറപ്പ്, ഇച്ഛാശക്തി എന്ന് പറയുക. ദ വിൽ, an act of the will. അതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നത്. an act of the will is the sign of human life. അപ്പോൾ ഒന്നുകൂടി, വളർച്ച, പിന്നെ ചലനം, ഇച്ഛാശക്തിയിലെ തീരുമാനം, നിത്യജീവന്റെ ലക്ഷണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17:3, പിതാവായ ദൈവത്തെ പിതാവിനെയും പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിവാണ് നിത്യജീവൻ. അറിവ്. എന്താണ് അറിവ്? ഞാൻ വീണ്ടും ചോദിക്കുക, നിങ്ങൾക്ക് ഈ പൂവ് അറിയാമോ? ഈ പൂവിനെ അറിയാമോ? പൂവിനറിയോ? ഈ പൂവിനെ അറിയാമോ? അറിയാം. എന്തൊക്കെ അറിയാം? പൂവിന്റെ പേര് അറിയാം, പൂവിന്റെ കളറ് അറിയാം, പൂവിന്റെ തൂക്കം അത് കൃത്യമായിട്ട് അറിയില്ല. ഈ പൂവിന്റെ രുചി, സ്വാദ് അതറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പൂവിനെ അറിയോ? ഇല്ല, പൂവിനറിയില്ല. പൂവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. പൂവിനെ അറിയണമെങ്കിൽ എന്ത് വേണം? പൂവും നിങ്ങൾ തമ്മിൽ ഒന്നാകണം, പൂവിനെ ഭക്ഷിക്കണം. അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്. ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ജോസഫ് മറിയും ശാരീരികമായിട്ട് ഒന്നായില്ല എന്നാണ് അർത്ഥം. ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ജോസഫും മറിയവും ഒന്നായില്ലെന്നാണ്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്നാണ്. പുത്രനെ പ്രസവിക്കുന്നത് വരെ. അപ്പോ വരെ എന്നതിന് അതിനുശേഷം അറിഞ്ഞുവെന്നും ആ അറിവിലൊക്കെ മക്കളുണ്ടായെന്നും വ്യാഖ്യാനിക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ ബുദ്ധിയില്ലായ്മ എന്നല്ലാതെ എന്ത് പറയാൻ? വരെ എന്ന വാക്കിന് അങ്ങനെ അർത്ഥമില്ല. ബൈബിളിലും ഇല്ല, നമ്മുടെ ജീവിതത്തിലും ഇല്ല. മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല. മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല. മരിച്ചതിന് ശേഷം മിണ്ടിയെന്നാ ഉദ്ദേശിക്കുന്നത്? വരെ എന്നത് പറയുന്നത് ആ നിമിഷം വരെ, അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ബൈബിളിന്റെ തെളിവ് പറയുകയാണെങ്കിൽ സാമുവേലിന്റെ ഗ്രന്ഥത്തിൽ 6-ാമത്തെ അധ്യായം, മരിക്കുന്നത് വരെ മിഖാലിന് മക്കളുണ്ടായില്ല. മരിക്കുന്നത് വരെ മിഖാലിന്, ദാവീദിന്റെ ഭാര്യയ്ക്ക് മക്കളുണ്ടായില്ല, സാവളിന്റെ മകള്. മരിക്കുന്നത് വരെ അവൾക്ക് മക്കളുണ്ടായില്ല, മരിച്ചതിന് ശേഷം മക്കളുണ്ടായില്ല. അപ്പൊ വരെ എന്ന വാക്കിന് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ അർത്ഥമില്ല. ഇനി അങ്ങനെ അതിൽ അറിഞ്ഞുവെന്നും അതിൽ മക്കളുണ്ടായെന്നൊക്കെ പറയുന്നത് തോന്നിയാസമാണ്. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ച് മറിയത്തെയും ജോസഫിനെയും അങ്ങനെ ദൈവത്തെ തന്നെയും അവഹേളിക്കുകയാണ്. നമുക്ക് തിരിച്ചു വരാം. ഈ അറിവ് എന്ന് പറഞ്ഞാൽ സംയോജനമാണ്, ഒന്നാകലാണ്. പിതാവിനെയും അവനയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അതായത് ഈ പൂവിനെ അറിയണമെങ്കിൽ ഞാൻ പൂവിനെ ഭക്ഷിച്ച് പൂവും ഞാനും ഒന്നാകണം. അതാണ് അറിവ്. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ?
എന്തുകൊണ്ടാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചതെന്ന്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കില്ല എന്ന് പറഞ്ഞൊരു അർത്ഥം മനസ്സിലായോ? യേശു നമ്മളുമായി ഇപ്പോൾ ഒന്നായാൽ, ഇല്ലേ, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഇപ്പോ ഉണ്ടാകും എന്നല്ല പറഞ്ഞത്, ഇപ്പൊ ഉണ്ട്. ഇത് ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അതായത് കർത്താവ് നമ്മളോട് ഒന്നായി തീരുമ്പോൾ കർത്താവ് നമ്മെ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. ആ ജീവനെ നശിപ്പിക്കാൻ, ചിതറിക്കാൻ ശാരീരിക മരണത്തിന് കഴിയില്ല. കാരണം ഈ മരണത്തിൽ നിന്ന് ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് ചുവട് വെച്ച ഏക വ്യക്തിയാണ് യേശുക്രിസ്തു. അതിനാൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചവൻ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അവനുമായി ഒന്നാകുന്നവനെന്നാണ്. അത് മൂർത്തമായ രൂപത്തിൽ ഒന്നാകുന്നത് വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിത്യജീവൻ എന്ന് പറയുന്ന അറിവാണെന്നും, അറിവെന്ന് പറഞ്ഞാൽ സംയോജനമാണെന്നും, ആ സംയോജനം ഇപ്പോഴേ നടന്നാലേ ശാരീരിക മരണത്തിനപ്പുറത്തുള്ള ആ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നും പറയുന്നത്. ഇപ്പോൾ യേശുവിന്റെ ഉത്ഥാനം നമ്മിലേക്ക് കൊണ്ടുവരുന്ന ആ ഉത്തരവാദിത്തങ്ങളും യാഥാർത്ഥ്യങ്ങളും എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? അതിനാൽ ഈ തിരുവുത്ഥാനം പ്രഘോഷിക്കണം. നമ്മൾ മറ്റുള്ളവരോട് പറയണം. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, അല്ല, ഞങ്ങളുടെ യേശുക്രിസ്തു മരിച്ചവൻ ഉത്ഥാനം ചെയ്തവനാ. നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ മതവും ഞങ്ങളുടെ മതവും ഒന്നാന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഞങ്ങള് ദൈവമായിട്ട് ഒന്നാകുന്നു. ഞങ്ങൾ ഇപ്പോഴേ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ സംവിധാനം ഉണ്ടോ? അതിനാൽ എല്ലാ മതങ്ങളും ഒന്നല്ല, നമ്മുടേത് വ്യത്യസ്തമായ സംഗതിയാണ്. നമ്മൾ ആ വ്യത്യാസം അവതരിപ്പിക്കണം. താല്പര്യമുള്ളവര് സ്വീകരിക്കട്ടെ. പറയണം. അതുകൊണ്ട് തന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തവനോട് ഒന്നായിട്ടുള്ളവൻ ആയതുകൊണ്ട് ഈ ലോകത്തിലെ മറ്റ് സംഗതികളൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. വാസ്തു, പിന്നെ ചൊവ്വാദോഷം, ശനിദശ, പിന്നെന്തൊക്കെയാണ്, ഈ വക പരിപാടികളൊന്നും തന്നെ നമ്മൾ ഏശില്ല. കാരണം എന്താ? ദൈവവും നമ്മളുമായിട്ടാണ് എല്ലാ ദിവസവും ഒന്നാകുന്നത്. വിശുദ്ധ കുർബാനയിലെ ജീവിക്കുന്ന സക്രാരിയാണ് നമ്മള്, കർത്താവിന് വഹിക്കുന്നവരാണ് നമ്മള്. മറിയം ഗർഭത്തിൽ കർത്താവിന് വഹിച്ചതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ കർത്താവിന് വഹിക്കുന്നു. ആ കർത്താവിന് വെല്ലുവിളിക്കാൻ പറ്റുന്ന ഏത് ശക്തിയുണ്ട് ലോകത്ത്? അതിനാൽ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയേണ്ട ദിവസം കൂടിയാണ് തിരുവുത്ഥാന ദിവസം. അങ്ങനെ ആകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.